ഇന്ന് നമുക്ക് വരാൽ കറി വെക്കാവേ. വരാൽ കൂട്ടാൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ് അരച്ച് വെച്ചിട്ടുണ്ട്. അതിനുള്ള സാധനങ്ങളൊക്കെ നോക്കാവേ. ആദ്യം കട്ട് ചെയ്ത് വെച്ചു. ഗ്യാസ് ഓണാക്കി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒഴിക്കുന്നുണ്ട്, കുറച്ച് ഉലുവ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേനും അതിൻ്റെ അകത്തേക്ക് കുഞ്ഞുള്ളിയും മുളകും ഇട്ടിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതൊന്ന് വാടി വരണം. അത് വാടി ഒന്ന് വരുമ്പോഴത്തേനും കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അത് ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പ് അങ്ങോട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് അതൊന്ന് തിളച്ച് വരാറാകുമ്പോഴത്തേനും പുളി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നാലേ പുളി ഇറങ്ങുള്ളൂ. നല്ല പുളിയൊക്കെ ഇട്ട് വെച്ചാൽ വരാലുകളൊക്കെ നല്ല അടിപൊളിയാവുള്ളൂ. അത് കഴിഞ്ഞ് തിളച്ച് വന്നതിലേക്ക് വരാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് സ്ലോ ഡൗൺ ചെയ്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്നത് പറ്റാൻ വയ്ക്കാം. ആ സമയത്തേക്ക് ഞാൻ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി കറി റെഡിയാവുന്നുണ്ട്. ഇതിൻ്റെ ഒരു കോംബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റേഷനരിയും വരാൽ കറി, അത് അന്തസ്. എന്താ ടേസ്റ്റ്! വായിൽ വെള്ളം വരിക. അടിപൊളിയാണ് കേട്ടോ. ട്രൈ ചെയ്യണേ, എല്ലാവരും ട്രൈ ചെയ്യണം. കിടിലൻ റെസിപ്പിയാണ്. എന്നിട്ട് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയണേ.